ഫുൾ A+, CBSE ഫുൾ A1 ജേതാക്കൾ. ഇതിനു പുറമെ നമ്മൾ നൽകി വരാറുള്ള അധ്യാപക പുരസ്കാരവും ബെസ്റ്റ് PTA പുരസ്കാരവും ഈ ചടങ്ങിൽ തന്നെ സമ്മാനിക്കും. അതിൻ്റെ പ്രഖ്യാപനം ഇപ്പം നമ്മുടെ ചെയർമാൻ CH ഇബ്രാഹിംകുട്ടി നടത്തും. മറ്റൊന്ന്, നമ്മുടെ അസിസ്റ്റാസിൻ്റെ ന്യൂ ബാച്ച് USS നേടിയ 100 വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുകയും അവർക്ക് 1000 രൂപ വീതം 1 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് വിതരണം ചെയ്യാൻ പോവുകയാണ്. ഏറ്റവും പുതിയ പുസ്തകങ്ങൾ അവർക്ക് ലഭ്യമാക്കും. ISRO പോലെയുള്ള ഞായറാഴ്ച 1:30 ബഹുമാനപ്പെട്ട പേരാമ്പ്ര MLA അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ, അതുപോലെ തന്നെ മുൻ കേരള ചീഫ് സെക്രട്ടറി ജിജി തോംസൺ, കോഴിക്കോട് ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി IAS തുടങ്ങിയവർ നമ്മുടെ പരിപാടികളിൽ പങ്കെടുക്കും. 10 പഞ്ചായത്തിലെയും പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെല്ലാം നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേരുന്നുണ്ട്. ഏതാണ്ട് 1280 പേര് ഇപ്പം നമ്മുടെ പരിപാടിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി എക്കാലത്തും അസിസ്റ്റിന് നിർലോഭമായ സഹായ സഹകരണം നൽകിയ പേരാമ്പ്രയിലെ മുഴുവൻ മാധ്യമപ്രവർത്തകരെയും സ്വാഗതം ചെയ്യുകയാണ്. അസറ്റിൻ്റെ ചെയർമാൻ CH ഇബ്രാഹിംകുട്ടി, ട്രഷറർ ലീന വിജയൻ, അതുപോലെ തന്നെ നമ്മുടെ ഡയറക്ടർ ജസിൻ ഓമൽ, മുഹമ്മദ് KM എന്നിവരാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ അവാർഡ് പ്രഖ്യാപനം നിർവഹിക്കുന്നതിനും വിശദീകരിക്കുന്നതിനുമായി ബഹുമാന്യനായ ചെയർമാനോട് അഭ്യർത്ഥിക്കും. സെക്രട്ടറി പറഞ്ഞത് വെച്ചതുപോലെ ഗ്രാമീണ മേഖലയിലെ വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക പുരോഗതി ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന അസറ്റ് പേരാമ്പ്ര ഈ വർഷവും വളരെ വിപുലമായി നമ്മുടെ പ്രതിഭാ സംഗമം സംഘടിപ്പിക്കുകയാണ്. പ്രതിഭാ സംഗമത്തിൽ നിയോജകമണ്ഡലത്തിലെ SLC, NSS, USS, NMMS ജേതാക്കളെയും SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും CBSE ഫുൾ A1 നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ ചടങ്ങിൽ നമ്മൾ അധ്യാപക പുരസ്കാരം നൽകി പേരാമ്പ്രയിലെ തെരഞ്ഞെടുത്ത 2 അധ്യാപകരെ ആദരിക്കുന്നതാണ്. അത് കേഷ് അവാർഡും മെമൻറ്റോയും പ്രശസ്തി പത്രവും പൊന്നാടിയും ഒക്കെ അടങ്ങുന്നതാണ് ഒരു പുരസ്കാരം. അത് ഈ വർഷത്തെ പുരസ്കാര ജേതാക്കളെ പ്രഖ്യാപിക്കുകയാണ്. അത് ചിത്ര രാജൻ, പേരാമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ്. രണ്ടാമത്തത് ദിവ്യ RS, മേപ്പയൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ്. വിദ്യാഭ്യാസ രംഗത്തെ മികച്ച സേവനവും വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിനായുള്ള സംഭാവനകളും പരിഗണിച്ചാണ് ഇവരെ തിരഞ്ഞെടുത്തത്. മികച്ച സ്കൂൾ PTA പുരസ്കാരം നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂൾ PTA അവർക്കാണ് ഈ വർഷം നൽകുന്നത്. അത് സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ വിജയകരമായ സംഘാടനം, IT രംഗത്ത് വിദ്യാലയം തുടർച്ചയായി നേടിയ സംസ്ഥാനതല അംഗീകാരങ്ങൾ, വിദ്യാലയ വികസന പ്രവർത്തനങ്ങളിലെ മാതൃകാപരമായ ഇടപെടലുകൾ എന്നിവ പരിഗണിച്ചാണ് പുരസ്കാരം നൽകുന്നത്. ഈ വർഷവും വളരെ വിപുലമായി ആണ് ഞങ്ങൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇപ്പം നസീർ മാഷ് പറഞ്ഞത് വെച്ചതുപോലെ ഈ വർഷം മുതൽ ഞങ്ങൾ അസറ്റ് സ്റ്റാർസ്, അത് ഒരു സ്വപ്ന പദ്ധതിയാണ് അസറ്റിൻ്റെ. ഈ പദ്ധതി ഈ വർഷം കുറച്ചും കൂടി നന്നായിട്ട് 100 കുട്ടികളെ നിയോജകമണ്ഡലം തെരഞ്ഞെടുത്ത് അവർക്കൊരു ദീർഘകാല പിന്തുണ സംവിധാനം ഒരുക്കി അവരെ ലോകത്തിൻ്റെ ജേതാക്കളാക്കുന്ന ഒരു വലിയ പദ്ധതിക്ക് രൂപം നൽകുകയാണ്. അവർക്ക് സ്കോളർഷിപ്പോട് കൂടി LSS USS ഒക്കെ ഉള്ളതുപോലെ തന്നെ ASS എന്ന് പറഞ്ഞൊരു പദ്ധതി നടപ്പിലാക്കി ഈ വർഷം മുതൽ അവർക്ക് സ്കോളർഷിപ്പോട് കൂടിയുള്ള പദ്ധതിയാണ് അവർക്ക് വേണ്ടി നടപ്പിലാക്കുന്നത്. അപ്പോൾ അതൊരു ദീർഘകാല പിന്തുണ, അവർ ദീർഘകാലമായിട്ട് അവരൊക്കെയുള്ള ഒരു പ്രചോദനം കൊടുക്കുന്ന വലിയൊരു പദ്ധതിയാണത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എക്കാലവും അസറ്റിന് വേണ്ടി എല്ലാവിധ പിന്തുണയും നൽകിയിട്ടുണ്ട്. ഇപ്പം അസറ്റ് എന്ന് പറഞ്ഞ പേരാമ്പ്രയിലെ എല്ലാ വിഭാഗം ആൾക്കാരും ഉൾക്കൊള്ളുന്ന ഒരു വിദ്യാഭ്യാസ, സാമൂഹിക സേവന സന്നദ്ധ സംഘടനയാണ്. അതിൽ പത്രപ്രവർത്തകരെ, നമ്മുടെ സഹോദരങ്ങളൊക്കെ നിങ്ങളെയും കൂടി ഒരു ഒരു സപ്പോർട്ടോട് കൂടി തന്നെയാണ് ഇതുവരെ ഏറ്റവും പോയത്. ഇനിയും നിങ്ങളുടെ ഭാവിയിൽ